ഹായ് ജെഇ ആസ്പിരൻസ്. ജെഇ മെയിനിന് ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസിന് ഇനി കൃത്യം എത്ര സമയമുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? 3 മാസം നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? കാരണം ജനുവരിയിൽ നമുക്ക് ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം നേരിടേണ്ടി വരും. അപ്പോൾ ഇനിയുള്ള 3 മാസങ്ങൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് ജനുവരിയിൽ നടക്കാൻ പോകുന്ന ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിന് നമുക്ക് ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് നേരിടാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ജെഇ പോലൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനിയുള്ള ഈ 3 മാസങ്ങൾ, അവസാനത്തെ 3 മാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര നാൾ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നതിനൊപ്പം ഇനിയുള്ള 3 മാസങ്ങൾ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതും നിങ്ങളുടെ പരീക്ഷാ സ്കോറിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയുള്ള 2 മാസങ്ങൾ, അതായത് ഒക്ടോബർ, നവംബർ, ഈ 2 മാസങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള, കൺഫ്യൂഷനുള്ള എല്ലാ ടോപ്പിക്കുകളും ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ ഫിസിക്സിലും മാത്സിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കൂടുതൽ ന്യൂമറിക്കൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ മാക്സിമം ബൈ ഹാർട്ട് ചെയ്യുകയും മാക്സിമം നമ്പർ ഓഫ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ് ആൻഡ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. കെമിസ്ട്രിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്കറിയാം കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രി പാർട്ടിൽ മാത്രമാണ് ന്യൂമറിക്കലുകൾ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഓർഗാനിക്, ഇൻഓർഗാനിക് പോലുള്ള പാർട്ടുകൾ വരുന്ന സമയത്ത് NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ NCERTയിലെ ലൈൻ ബൈ ലൈനായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അതും കൂടുതൽ സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററുകളിൽ NCERT കംപ്ലീറ്റ് ആയിട്ടും വായിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2026 ജനുവരിയിൽ നടക്കാൻ പോകുന്ന ജെഇ മെയിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച കാര്യമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് നമ്മളിപ്പോൾ ഒരു നവംബറോട് കൂടി നമ്മുടെ ഏകദേശം ഡൗട്ടുള്ള ഏരിയകളും കൺഫ്യൂഷനുള്ള ഏരിയകളൊക്കെ നമ്മൾ തീർത്തു. മാക്സിമം നമുക്ക് പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു നവംബർ, ഡിസംബർ മാസങ്ങളിൽ എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജെയുടെ മാക്സിമം PYQs ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ, എത്രത്തോളം സമയം നിങ്ങൾക്ക് അവൈലബിൾ ആണോ, അതിനനുസരിച്ച് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. അതിന് ഇത്ര നമ്പർ അല്ലെങ്കിൽ ഇത്ര വർഷത്തെ എന്നില്ല, എത്രയും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ PYQs നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ മോക്ക് എക്സാമുകൾ മാക്സിമം എഴുതാം. കാരണം ജെഇ എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പരീക്ഷയാണ് ജെഇ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം മോക്ക് എക്സാമുകൾ എഴുതുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ എവിടെയാണ് വരുന്നത്, ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ വീക്കായി പോകുന്നത്, എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മോക്ക് എക്സാമുകൾ എഴുതുക തന്നെ വേണം. ചിലപ്പോൾ ആദ്യത്തെ മോക്ക് എക്സാമുകളിലൊക്കെ നമ്മുടെ മാർക്ക് ലോ ആയിരിക്കും, പക്ഷേ സ്ലോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു പരീക്ഷ കഴിയുന്ന സമയത്ത് അവിടെ സംഭവിച്ച മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാനും അത് അടുത്ത പരീക്ഷയിൽ വരുത്താതിരിക്കാനും നമ്മൾ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മോക്ക് എക്സാം കഴിയുമ്പോഴും നിങ്ങളുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആകുന്നതും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സൈലം എന്ത് ചെയ്യുന്നത്, GIB പോലെയുള്ള AITS പോലെയുള്ള ഒരുപാട് മോക്ക് എക്സാമുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ എക്സാമുകളൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ മോക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമുക്ക് റിവൈസ് ചെയ്യാൻ, നമ്മളൊരു ഹോൾ ചാപ്റ്റർ റിവൈസ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്, അല്ലാതെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ ബുക്കുകളൊക്കെ റിലവൻ്റ് ആവുന്ന അവിടെയാണ്. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ എന്താ റിവൈസ് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, നിങ്ങൾ എഴുതി വെച്ച ഇക്വേഷൻ ബുക്കുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഇപ്പോൾ ഫിസിക്സും മാത്സും ഒക്കെയാണ്, ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇക്വേഷൻസ് റിവൈസ് ചെയ്യുന്നതായിരിക്കും ഭയങ്കര എഫക്റ്റീവ് ആകുക. അപ്പോൾ ഷോർട്ട് നോട്ടുകളും ഇക്വേഷൻ ബുക്കുകളും നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇതിനൊപ്പം തന്നെ നമ്മുടെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിവിഷന് വേണ്ടി ആൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻ ബുക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ്. അതിനൊപ്പം നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ സ്ട്രോങ് ഏരിയകൾ ജസ്റ്റ് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് പോയാൽ മതി. പക്ഷേ വീക്ക് ഏരിയകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും എല്ലാ ഏരിയകളും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും പഠിക്കണം എന്നല്ല പറയുന്നത്. സെലക്റ്റീവായ ഏരിയകൾ എടുത്തിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയകൾ നമ്മൾ PYQs ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാകും. അത് നമ്മുടെ വീക്ക് ഏരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാക്സിമം ആ ഒരു റിവിഷൻ്റെ സമയത്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി പുതിയ ടോപ്പിക്കുകൾ, അതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ടോപ്പിക്കുകൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഈ അവസാനത്തെ 3 മാസം നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ടതില്ല. അത് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ കൂടുതൽ സമയം അതിന് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയകൾ റിവൈസ് ചെയ്യാനുള്ള സമയം പോലും അതെന്ത് ചെയ്യും, നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഇനിയുള്ള 3 മാസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പുതിയ ടോപ്പിക്കുകളിലേക്കോ പുതിയ ചാപ്റ്ററുകളിലേക്കോ ഒന്നും നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച എക്സാം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി XPL പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓൺലൈനായി നിങ്ങൾ ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള 3 മാസം എന്ത് ചെയ്യാം, ഒരു വെൽ ഡിസൈൻ കോഴ്സിൻ്റെ ഭാഗമായി
റിവൈസ് ചെയ്യാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? 2026 ജനുവരിയിൽ നടക്കാൻ പോകുന്ന ജെഇമെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആൾറെഡി നിങ്ങൾ സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ ഭാഗമായിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് XPL തികച്ചും ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിരിക്കും. അല്ല, നിങ്ങൾ സൂപ്പർ കിങ്സ് ബാച്ചിൽ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിദ്യാരംഭം ഓഫറിൻ്റെ ഭാഗമായി VDM10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് 10% ഡിസ്കൗണ്ടോട് കൂടി XPL കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ 2026 ഒരു JEE ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു എഞ്ചിനീയറിംഗ് പഠനം നടത്തുക എന്നാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു മികച്ച ഓഫർ ആയിരിക്കും ഇത്, ഒരു മികച്ച അവസരമായിരിക്കും ഇത്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓൾ ദി ബെസ്റ്റ്.